ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രാരംഭത്തിൽ ദൈവം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ബൈബിളിലെ ആദ്യത്തെ വാക്യം കർത്താവായ ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. ഹീബ്രു ഭാഷയിൽ ഉപയോഗിക്കുന്ന പദമാണ് എലോഹീം. എലോഹീം എന്ന പദത്തിന്റെ അർത്ഥം അത്യുന്നതൻ, അനന്തം, സർവ്വവ്യാപി, ശക്തനായ ദൈവം എന്നൊക്കെയാണ്. എലോഹീം എന്ന പദത്തിൽ പുതുമയുടെ ഒരു ഘടകമുണ്ട്. അത് ബഹുവചനത്തിൽ എഴുതിയിരിക്കുന്നു. ബൈബിളിന്റെ ആദ്യ വാക്യം ബഹുവചന അർത്ഥത്തിൽ ആരംഭിച്ച് ഏകവചനമായി അവസാനിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, എലോഹീം ബഹുവചനം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. അവൻ എന്നത് ഏകവചനവും. വ്യാകരണ വീക്ഷണകോണിൽ നോക്കുമ്പോൾ ഇത് തീർച്ചയായും ആശ്ചര്യകരമാണ്. എന്നാൽ ഒരു ബഹുവചനം ഏകവചന അർത്ഥത്തിൽ പൂർത്തിയാക്കുന്നതിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. ദൈവം ത്രിയേക ദൈവമായി സ്വയം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണത്. സ്നേഹവാനായ പിതാവായ ദൈവവും അവന്റെ കൃപയുള്ള പുത്രനായ യേശുവും ഏകീകരിക്കുന്ന പരിശുദ്ധാത്മാവും ഒരു ദൈവമായി ഒന്നിച്ചു ചേർന്നിരിക്കുന്നു. കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ ഉപയോഗിക്കുന്ന കയർ നിരീക്ഷിച്ചാൽ അത് 3 ഇഴകൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ഒരു കയറായി നന്നായി ഇഴ ചേർന്നിരിക്കുന്നു. അതേ രീതിയിലാണ് നാം എലോഹീമിനെ ഏക സത്യദൈവമായി കാണുന്നത്. 1 യോഹന്നാൻ 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമുക്കിത് കാണാൻ കഴിയും. 3 മലകളുള്ള ഒരേ കുന്നുകൾ. നമ്മുടെ സഹായം വരുന്ന പർവ്വതങ്ങളിലേക്ക് നാം കണ്ണുകളെ ഉയർത്താമോ? പിതാവായ ദൈവത്തിന് ഒരൊറ്റ ആജ്ഞയാൽ എല്ലാം സൃഷ്ടിക്കാൻ കഴിയുമെങ്കിലും ആ സൃഷ്ടി പൂർത്തിയാക്കാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമായിരുന്നു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ജലത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടേയിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പിതാവായ ദൈവം കൽപ്പിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിച്ചം സൃഷ്ടിച്ചു. ദൈവം സംസാരിക്കുന്നു, പരിശുദ്ധാത്മാവ് മുന്നോട്ട് നീങ്ങുന്നു, മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു, സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇതാണ് സൃഷ്ടിയുടെ അത്ഭുതം. പിതാവായ ദൈവം അവന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുവും സൃഷ്ടിയിൽ പരിശുദ്ധാത്മാവ് ഉൾപ്പെട്ടിരിക്കുന്നു. അവർ 3 പേരും ഒന്നാണ്. അപ്പോസ്തലനായ പൗലോസ് യോഹന്നാൻ 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് ഇപ്രകാരം എഴുതിയിരിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന്. ഈ വാക്യങ്ങളിൽ വചനം എന്ന പദം കർത്താവായ യേശുവിനെ സൂചിപ്പിക്കുന്നു. ദൈവമക്കളെ, പിതാവായ ദൈവവും കർത്താവായ യേശുവും പരിശുദ്ധാത്മാവും നിങ്ങളോടൊപ്പമുണ്ട്. ഇന്നും എലോഹീം അവന്റെ സൃഷ്ടിപരമായ ശക്തികളാൽ നിങ്ങളിലുണ്ട്. അവൻ പുതിയ അവയവങ്ങൾ സൃഷ്ടിക്കുന്നു. നിങ്ങളിൽ കഴിവുകളും നിങ്ങളിൽ വളരെ വേണ്ടിയവയെല്ലാം വളരാനും കാരണമാകുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 22-ാം വാക്യം. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവീൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെക്കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 1 രാജാക്കന്മാർ 12-13 അധ്യായങ്ങൾ. വൈകുന്നേരം ലൂക്കോസ് 22-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.